ഗേളി മെക്കാനിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതിപ്പോൾ ഫോർഡ് ഫിഗോ ആണ്. അപ്പോൾ ഇത് കട്ടറി ചാടി ഇപ്പോൾ സഡൻ ബ്രേക്ക് ചവിട്ടിപ്പോൾ നമ്മുടെ ഈ സ്റ്റിയറിങ്ങിൻ്റെ റോഡ് ബ്രേക്ക് ആയിട്ടുണ്ട്, കണ്ടോ ഇവിടെ ഒടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത് എങ്ങനെ ചേഞ്ച് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ലിങ്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഇവിടെ ഇത് ഒടിഞ്ഞിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഈ ബോൾ ജോയിൻറ്റ് അഴിച്ചെടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒടിഞ്ഞ് കയറിക്കുന്ന ആ ലിങ്ക് ഒന്ന് മാറ്റി വയ്ക്കണം. കണ്ട ഇത്രയും ഭാഗത്തിനകത്ത് ഒടിഞ്ഞിരിപ്പുണ്ട്, അതങ്ങ് റിമൂവ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ ഈ ബൂട്ട് വരുന്നുണ്ട്. ഈ ബൂട്ട് അഴിക്കാനായിട്ട് നമുക്ക് അതിനകത്ത് 2 ക്ലിപ്പ് വരുന്നുണ്ട്. കണ്ടോ ഈ 2 ക്ലിപ്പ് റിമൂവ് ചെയ്തിട്ട് ഈ ബൂട്ട് ഇങ്ങ് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് അഴിഞ്ഞ് കിട്ടും. ബൂട്ട് നമുക്ക് ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ബൂട്ട് റിമൂവ് ആയി കിട്ടും. ഇതാണ് നമ്മുടെ ഇന്നറുടെ ബോൾ ജോയിൻറ്റ്. അപ്പോൾ ഇത് അഴിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് അഴിച്ചെടുക്കേണ്ടത്. എന്നിട്ട് ഇത് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ അടുത്ത് നമുക്കിനി ഈ ബോൾ ജോയിൻറ്റ് അഴിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ബോൾ ജോയിൻറ്റ് റിമൂവർ ഒരു ടൂളുണ്ട്, ബോൾ ജോയിൻറ്റ് പുള്ളർ. അപ്പോൾ ഇത് വെച്ച് വേണം നമുക്ക് അഴിക്കാനായിട്ട്. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇരട്ടിപ്പണി ആയിരിക്കും, ലോറാമൊക്കെ വെച്ച് പൈപ്പ് റിഞ്ച് വെച്ച് വേണം അഴിക്കാനായിട്ട്. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ്. അപ്പോൾ നമുക്ക് ഇത് ഇതുപോലെ ഇവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് അഴിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ പുള്ളർ വെച്ച് ലൂസാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കൈ വെച്ച് അഴിച്ചെടുക്കാം. ഇപ്പോൾ ഇത് അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബോൾ ജോയിൻറ്റ് നോക്കി കഴിഞ്ഞാൽ ബോൾ ജോയിൻ്റൊക്കെ നല്ലതാണ്, പക്ഷേ നമുക്കിവിടെ ഒടിഞ്ഞ കാരണമാണ് ഇതിപ്പോൾ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ജോയിൻ്റാണ് അഴിക്കാനുള്ളത്. അതിനായിട്ട് ഞാനൊരു 15-ൻ്റെ സ്പാനർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതങ്ങ് അഴിക്കാം. അപ്പോൾ നമ്മളിത് ഏകദേശം അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് താഴെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈറ്റാണ്. അപ്പോൾ നമ്മളതിന് ഈ ചുറ്റിക വെച്ചിട്ട് ഒന്നല്ലെങ്കിൽ മേലെ അടിക്കണം. പക്ഷേ മേലെ അടിക്കുമ്പോൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അധികം പ്രഷർ കൊടുക്കാൻ പാടില്ല, കാരണം ഇവിടെ ബെൻഡ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ അടിച്ചിട്ട് വേണം ഇതൊന്ന് താഴേക്ക് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കൊന്ന് സൈഡൊന്ന് തട്ടി വെക്കാം. ഓക്കെ, ഒറ്റ തട്ടി തന്നെ നമുക്ക് താഴേക്ക് പോന്നിട്ടുണ്ട്. നമ്മളത് അഴിച്ചെടുത്തിട്ടുണ്ട്. ഈ സ്ക്രൂ അനങ്ങാതെ വേണം നമ്മൾ ഇത് അഴിച്ചെടുക്കാനായിട്ട്, കാരണം ഇത് എന്തോരം അകത്തേക്ക് പോയിട്ടുണ്ടെന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ പുതിയ ലിങ്ക് ഇടുമ്പോൾ കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇടാനായിട്ട്. കാരണം നമ്മളിപ്പോൾ എന്തായാലും അലൈൻമെൻറ്റ് ചെയ്യേണ്ടി വരും. എന്നാലും നമ്മൾ അലൈൻമെൻറ്റിന് കൊണ്ടുപോകുന്ന ആ ഒരു ടൈമിൽ ടയറിന് ഇഷ്യൂസ്, തേയ്മാനം അധികം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എത്ര എണ്ണം അകത്തേക്ക് പോയിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്തിട്ട് ഈ കറക്റ്റ് പ്ലേസിൽ വേണം പുതിയത് ഇടുമ്പോഴും ഇടാനായിട്ട്. ഇതാണ് നമ്മുടെ പുതിയ പാർട്ട്. ഇത് ആക്ച്വലി ഫോർഡിൻ്റെ അല്ല, നമുക്കിപ്പോൾ എമർജൻസി ആയിട്ട് ഇത് ശരിയാക്കേണ്ട വണ്ടി ആയ കാരണം നമ്മളിപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് ഒരെണ്ണം വാങ്ങിച്ചേക്കാണ് ചെയ്യുന്നത്. ഇത് യൂറോമാക്ക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിനി ബോൾ ജോയിൻറ്റ് പുള്ളറും അതുപോലെ തന്നെ നമ്മുടെ ടോർക്ക് റിഞ്ചും വെച്ച് ഒരു 80 എണ്ണമിൽ ടൈറ്റ് ചെയ്യാൻ പോകണം. അപ്പം നമ്മൾ ത്രെഡ് ലോക്ക് അപ്ലൈ ചെയ്ത് ടോർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ മഡ് കവറാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് പഴയ ആ ക്ലാമ്പ് തന്നെയാണ് വീണ്ടും ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്കതും ഇട്ടേക്കാം. അപ്പോൾ ആ ലോക്കിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അകത്തേക്കുള്ള ഈ സ്റ്റിയറിംഗ് റാക്കിലേക്ക് ഈ ക്യാപ്പ് അങ്ങ് ഇട്ടിട്ട് ക്ലാമ്പ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഈ ഒരു ക്ലാമ്പും കൂടെ ഇവിടെ ഇടാനുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ആ പൊട്ടിപ്പോയ പീസ് വെച്ചിട്ട് അതിൻ്റെ നട്ടിരുന്ന ആ പൊസിഷൻ വെച്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലോക്ക് നട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ നേരത്തെ അഴിച്ച് വെച്ചാൽ ഔട്ടർ ബോൾ ജോയിൻ്റ് ആണ്. അപ്പോൾ അത് ഈ പൊസിഷൻ വരെ നമ്മൾ കയറ്റി വെക്കണം. എന്നിട്ട് നമ്മൾ ഈ നമ്മുടെ ലോക്ക് നട്ട് വെച്ച് തിരിച്ച് ജാം ചെയ്ത് വെക്കണം. ഏകദേശം നമ്മുടെ പൊസിഷൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ച് ഈ ലോക്ക് നട്ട് ഈ പൊസിഷനിലേക്ക് എത്തിക്കും. ഇതിപ്പോൾ നേരത്തെ താഴേക്കായിട്ടാണ് ഇരുന്നായിരുന്നത്. അപ്പോൾ നമ്മൾ ഇത് നേരെ തിരിച്ച് ഈ ഒരു പൊസിഷനിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഒരു 14-ൻ്റെ സ്പാനർ വെച്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അത് ബോൾ ജോയിൻ്റ് ആയാലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പൊസിഷനിലേക്ക് ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഈ നക്കിൾ ജോയിൻറ്റ് തിരിച്ചിട്ട് ഈ ഒരു പൊസിഷനിലേക്ക് ആക്കി ഇത് കറക്റ്റ് ഇതിനകത്തേക്ക് കയറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ വാഷർ നട്ട് ഇട്ട് 15-ൻ്റെ സ്പാനർ വെച്ചങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മളിപ്പോൾ ടൈറ്റ് ആക്കിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം, ഈ ബോൾ ജോയിൻ്റ് ആണ് കറങ്ങിക്കൊണ്ടിരുന്നത്, ഇവിടെ ടൈറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ജാക്കി വെച്ച് ഇതൊന്ന് പൊക്കി കൊടുത്ത് ഇവിടെ ഒന്ന് ടൈറ്റ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലിപ്പ് ആവാതെ നമുക്ക് കറക്റ്റായിട്ട് ഇത് ടൈറ്റ് ആക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ റാച്ചറ്റ് വെച്ചങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നട്ട് അത്യാവശ്യം ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ജാക്കി അങ്ങെടുത്ത് മാറ്റിയിട്ട് ഈ നട്ടൂടെ നല്ല പ്രോപ്പറായിട്ട് ടൈറ്റ് ആക്കിയിട്ട് നേരെ അലൈൻമെൻറ്റ് സെൻറ്ററിൽ കൊണ്ടുപോയി കാണിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക.